ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാൻ നല്ല പരിപ്പും പിണ്ടിയും കറി വെച്ചതും അതുപോലെ കുഞ്ഞു മത്തിയാണ് കിട്ടിയത്. അപ്പോൾ മുളക് കറി വെച്ചിട്ടുണ്ട്, കൂടെ തന്നെ കട്ട തൈരുണ്ട്. അപ്പോൾ ഈ തൈര് പരീക്ഷിച്ച് നോക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുന്നു. നമ്മൾ നോർമൽ പാക്കറ്റ് തൈരാണ് വാങ്ങിക്കാറ്, എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മത്തിയൊക്കെ പൊരിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ള അത്രയും ഞാനും എടുത്ത്, നല്ല ടേസ്റ്റ് അല്ലേ കറുമുറൊക്കെ അടിച്ച് കഴിക്കാൻ. അപ്പോൾ പോരാത്ത ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു. പിന്നെ വൈകിട്ടാണെങ്കിൽ നമ്മളൊരു സിമ്പിൾ ഐറ്റം ഉണ്ടാക്കാൻ പോയാണ്, പഴംപൊരി. 2 നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനുള്ള മാവ് റെഡിയാക്കാൻ പോയാണ്. അപ്പോൾ അതിലോട്ട് 5-6 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കാം. പിന്നെ കുറച്ച് അരിപ്പൊടി വേണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലോട്ട് 3-4 ഏലക്കൊന്ന് കുത്തി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കുക. ഞാനിപ്പോൾ 5 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ചെറിയൊരു മഞ്ഞ കളർ അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത്, പിന്നെ ഒരു മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 കപ്പ് വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടിട്ട് കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട, കറക്റ്റ് പാകത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികളും പിന്നെ പഞ്ചസാരയും ഒക്കെ ഒന്ന് അലിഞ്ഞ് വരണ വരെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബും കൂടെ മറക്കണ്ട കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് തിക്കാണ്, വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിരിക്കും. നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കണം, എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. പിന്നെ പോരാത്ത കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥ കളറ്. അങ്ങനെ ഓരോ പഴത്തിൻ്റെ പീസ് ഒന്ന് മുക്കിയെടുക്കുക. കൈയിലോണ്ട് തന്നെ ആ മാവ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ ഓരോന്നും കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക, എന്നാലേ എല്ലാ ഭാഗത്തും മാവ് കോട്ടായിട്ട് വരുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോവാതിരിക്കാനാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ലൂസായാൽ പിന്നെ പഴത്തിൽ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നമുക്ക് മാവ് കിട്ടില്ല. അങ്ങനെ ഓരോന്നും നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ചീനച്ചട്ടിയിലാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ അടിയിൽ പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ, കാരണം മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. സ്പേസ് അനുസരിച്ച് 3-4 വീതം ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒന്നുമേ ഒട്ടിപ്പോയിട്ടില്ല. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ അതേ ടേസ്റ്റിലും കളറിലൊക്കെ ഉള്ളൊരു പഴംപൊരി തന്നെയാണിത്. അങ്ങനെ എല്ലാം പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ കട്ടൻ ചായയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര പെർഫെക്റ്റ് പഴംപൊരി ഉണ്ടാക്കുന്നത്. നല്ല ചൂടുണ്ട്, എന്നൊരെണ്ണം കഴിച്ചു നോക്കാം അല്ലേ. വാവ്, സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.